നമസ്കാരം. ഞാൻ ചിരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. കാരണം ഞാൻ ഇന്നലെ ഈ മെഡിസെപ്പ് ശമ്പള പരിഷ്കരണം DA പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ശമ്പള പരിഷ്കരണം ഈ പെൻഷൻ പ്രായം 1 വർഷം കൂട്ടാൻ സാധ്യതയുണ്ടെന്നൊരു സെന്റൻസ് പറഞ്ഞിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫിനാൻസിലെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ എന്നെ വിളിച്ചിരുന്നു. ഇതെവിടെ നീ വാർത്ത കിട്ടിയെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നമ്മൾ കിട്ടുമല്ലോ, സോഴ്സ് പലതാണല്ലോ. അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം എന്നെ വേറെ ചില സുഹൃത്തുക്കൾ വിളിച്ചു, ഫിനാൻസിലുള്ളവരുടെ സുഹൃത്തുക്കൾ വിളിച്ചു. അവരും പറഞ്ഞു ഒരു സജീവമായ ഒരു പരിഗണന ജനുവരി 29 വരുന്ന ബഡ്ജറ്റിൽ 56 വയസ്സെന്നുള്ളത് 57 വയസ്സാക്കാനുള്ളൊരു പരിഗണന നടന്നു വരികയാണ്. ഇതിപ്പോൾ ഉള്ളൊരു തടസ്സം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു പ്രോസസ്സ്, അതൊരു പ്രോസസ്സാണ്. ഇതൊരു വലിയ പ്രക്രിയയാണ്. കാരണം 57 വയസ്സാക്കുമ്പോഴുള്ള ഗുണം, സർക്കാരിൻ്റെ ഗുണം, ഈ ഒരുപാട് ആളുകൾ റിക്രൂട്ട്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിലുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ച് പെൻഷൻ പറ്റി പോകുമ്പോഴുണ്ടാകുന്ന ബാധ്യതയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പുതിയ റിക്രൂട്ട്മെൻറ്റ് തരുന്ന ബാധ്യത, പല ബാധ്യതകളുണ്ട്, അതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ജനുവരി 29 ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുന്നത്. 29 ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ. കാരണം മാർച്ച് മാസങ്ങളിലായിരുന്നു നേരത്തെ, അതിപ്പോൾ ഫെബ്രുവരി, പിന്നെ ജനുവരി 29 പ്രഖ്യാപിക്കുന്നതായിരുന്നു. വോട്ട് ഓൺ അക്കൗണ്ടും ഒക്കെ പാസ്സായ പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ ആദ്യ ബഡ്ജറ്റ് പാസ്സാവണം, പിന്നെ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാവണം, എങ്കിലാണ് പിന്നെ പൈസ എടുക്കാൻ പറ്റുക. അമേരിക്കയിൽ ഈ ബഡ്ജറ്റ് പാസ്സാവാത്തതാണ് അവിടുത്തെ ആരോഗ്യത്തിന് വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അവിടുത്തെ 3-4 സെനറ്റ് മെമ്പർമാർ സമ്മതിച്ചില്ല, ഇത് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് അമേരിക്ക വലിയ കൂപ്പ് കുത്തിയത്. ഇവിടെ പിന്നെ അങ്ങനെയില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് അത് ബഡ്ജറ്റ് പാസ്സാക്കി എടുക്കാൻ പറ്റും. അവർ 100 അംഗങ്ങളുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ബഡ്ജറ്റ് പാസ്സാവും. ബഡ്ജറ്റിൽ 1 വർഷം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തടസ്സം AKG സെൻറ്ററിൽ നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടണം. AKG സെൻറ്ററിൽ നിന്ന് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ ഇത് നടപ്പിലാവുകയുള്ളൂ. അതിന് സമാനമായി വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 60 വയസ്സാണ്, 58 വയസ്സാണ് പലയിടത്തും, ചിലയിടത്ത് 56 വയസ്സാണ്, ചിലയിടത്ത് 56, 58. അതിവർ ഒന്നിച്ച് 60 ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അത് വലിയ വിവാദം വന്നു. ക്യാബിനറ്റിൽ പോയതാണ്, 60 ആക്കിയെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ വിവാദം വന്നപ്പോൾ അത് മാറ്റിവെച്ചു. അതിപ്പോൾ ഓരോ സ്ഥാപനത്തിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിവിജ്വലായിട്ട് ചെയ്തുകൊണ്ട് KLDCയിലൊക്കെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് സ്വാധീനമുള്ള, യൂണിയൻകാർക്ക് സ്വാധീനമുള്ള, അല്ലെങ്കിൽ CPM നല്ല സ്വാധീനമുള്ള യൂണിയനുകളുള്ള ഓഫീസുകളിൽ നിന്നൊക്കെ ഫയൽ വരികയും അത് ശക്തമായി പലയിടങ്ങളിലും 60 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു സമ്മർദ്ദം സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്ന് വന്നത്. ഞങ്ങൾ അത് 60 ആക്കുന്നതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യും, ബഹളമൊന്നും ഇത് വലിയ വാർത്തയാക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 57 ആക്കി തരണം എന്നൊരു വാർത്ത വന്നു. അങ്ങനെ അത് സർക്കാർ തത്വത്തിൽ ബാലഗോപാൽ അംഗീകരിച്ചിട്ടുണ്ട്. CM ഒരു പരിധിവരെ മനസ്സ് തുറന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ അത് AKG സെൻറ്ററിൽ നിന്ന് ക്ലിയറൻസ് കിട്ടണം. അങ്ങനെ ക്ലിയറൻസ് കിട്ടിയാൽ, പക്ഷേ DYFI ഒക്കെ ഒന്ന് വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ സമരത്തിലേക്ക് പോകും. പക്ഷേ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരത്തിലേക്ക് പോകും. സമരത്തിന് സമയമില്ല, കാരണം ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരെയല്ലേ. ഇപ്പോൾ ജനുവരി പ്രഖ്യാപിച്ച ഫെബ്രുവരി, മാർച്ച് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് സമയമില്ല. അതുകൊണ്ട് 57 വയസ്സാക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാത്തിരിക്കാം. 56, 57 ആകാനും 60 ആക്കുന്ന കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിശബ്ദമായി, രഹസ്യമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ സ്ഥാപനങ്ങൾ വൈസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും താല്പര്യമുള്ള സ്ഥാപനങ്ങൾ ഒന്ന് ഇടപെട്ടാൽ അതും നിങ്ങൾക്ക് 60 ആക്കി എടുക്കാനും എളുപ്പമാണ്. പിന്നെ പല സ്ഥാപനങ്ങളിലും കരാർ ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്.